ചെങ്കടലിൽ ഹൂതി വേട്ട കടുക്കുകയാണ്. യമനിലെ ഹൂതികൾ സ്വീകരിക്കുന്ന ഈ പുതിയ നീക്കം ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നു. ചെങ്കടൽ വഴിയുള്ള എല്ലാ കപ്പലുകളും ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ചരക്ക് കടത്ത പല കമ്പനികളും നിർത്തിവച്ചിരിക്കുകയാണ്. ചെങ്കടലിൽ അമേരിക്ക ഇടപെടുന്നില്ല എന്ന ഇസ്രയേലിന്റെ വാദത്തെ തുടർന്ന് അമേരിക്കയും ഹൂതികൾക്കെതിരെ തിരിഞ്ഞായുധമെടുത്തിട്ടും ഇറാനും ഹൂതികൾക്കും ഒരു കുലുക്കവുമില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ പുതിയൊരു നീക്കവുമായി അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഇറങ്ങുന്നു ഹൂതികൾക്കെതിരെ. എന്താണ് നീക്കമെന്നൊക്കെ വിശദമായി പറയാം ഞാൻ ലക്ഷ്മി. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയൊരു സേന രൂപവൽക്കരിക്കാനുള്ള നീക്കവുമായി അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമാണ് ഇറങ്ങിയിരിക്കുന്നത്. യമനിലെ ഹൂതി വിമതർ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്കു നീക്കം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൂട്ടായ നടപടി ആവശ്യമായ അന്താരാഷ്ട്ര വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത് എന്ന് ഓസ്റ്റിൻ പറഞ്ഞു. അതിനാൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന സേനയ്ക്ക് രൂപം നൽകുകയാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UK, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ്സ്, നോർവേ, സീഷെൽസ്, സ്പെയിൻ എന്നിവയാണ് സഖ്യത്തിൽ ചേരുന്ന മറ്റ് രാജ്യങ്ങൾ. കൂട്ടായ്മയിലെ ചില രാജ്യങ്ങൾ ചെങ്കടലിലും ഏഡൻ കടലിടുക്കിലും സംയുക്ത പെട്രോളിംഗ് നടത്തും. മറ്റു രാജ്യങ്ങൾ ആവശ്യമായ ഇന്റലിജൻസ് പിന്തുണ നൽകും. ചെങ്കടലിലൂടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ 2022 ഏപ്രിലിൽ രൂപം നൽകിയ കമ്പൈൻ ടാസ്ക് ഫോഴ്സ് 153 ആയിരിക്കും ദൗത്യം ഏകോപിപ്പിക്കുക. കമ്പൈൻ ടാസ്ക് ഫോഴ്സിൽ 39 രാജ്യങ്ങളാണുള്ളത്. ഹൂതി ആക്രമണം നേരിടാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളായ USS കാർണി, USS ടെത്തം, USS മാസൺ എന്നിവ ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുന്നുമുണ്ട്. എന്നാൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തില്ല എന്ന് യമനിലെ ഹൂതി വിമതർ പറഞ്ഞു കഴിഞ്ഞു. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നേരിടാൻ അമേരിക്ക പുതിയ സേന പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഹൂതികളുടെ പ്രതികരണം. മുഴുവൻ രാജ്യങ്ങളെയും അണിനിരത്തുന്നതിൽ അമേരിക്ക വിജയിച്ചാലും തങ്ങളുടെ സൈനിക നടപടി നിർത്തില്ലെന്ന് മുതിർന്ന ഹൂതി പ്രതിനിധിയായ മുഹമ്മദ് അൽ ബുഖാരി പറഞ്ഞു. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഗാസയിലെ ഇസ്രായേൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുകയും മരുന്ന്, ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ തങ്ങൾ ആക്രമണം നിർത്തുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ 12-ലധികം ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. വൻകിട കമ്പനികൾ കപ്പൽ സർവീസ് നിർത്തിയതോടെ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇസ്രയേലിനും യൂറോപ്പിനുമാണ്. റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നത് നിർത്തിയ യൂറോപ്പ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഇസ്രയേലിലേക്കുള്ള കപ്പലുകളെ മാത്രമാണ് ആക്രമിക്കുകയെന്ന് ഹൂതികൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ മറ്റു കപ്പലുകൾ ആക്രമിക്കപ്പെടുമെന്നുണ്ടെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുന്നുണ്ട്. ചെങ്കടൽ വഴി സർവീസ് നിർത്തിയെന്ന് ബ്രിട്ടീഷ് പെട്രോളിയം അറിയിച്ചു. ഇസ്രയേലിലേക്കുള്ള ചരക്ക് കടത്ത് നിർത്തിയെന്ന് തായ്വാൻ കമ്പനിയായ എവർഗ്രീൻ പ്രഖ്യാപിച്ചു. ഇനി ദക്ഷിണാഫ്രിക്ക വഴിയാണ് പോകേണ്ടത്. പക്ഷേ വലിയ ചിലവ് വരുന്ന ദീർഘദൂര പാതയാണിത്. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ കമ്പനികളും ചെങ്കടൽ വഴി സർവീസ് നിർത്തി. സർവീസ് നിർത്തുന്ന കമ്പനികളാകട്ടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചു. ഇതോടെ ചരക്ക് കടത്ത് ചിലവേറിയതായി. അവശ്യ വസ്തുക്കളുടെ വില ഉയരുമെന്ന ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിലെ ആക്രമണം നിർത്തുക മാത്രമാണ് എല്ലാത്തിനും പരിഹാരമെന്ന് ഹൂതികൾ പറയുന്നു. ഹൂതികൾക്കെതിരായ പടനീക്കത്തിന് ഇത്തവണ സൗദിയും UAEയും ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ വർഷം വരെ ഹൂതികളുമായി യുദ്ധം ചെയ്തവരാണ് സൗദിയും UAEയും.